അത് മൊത്തം കാറ്റ് അങ്ങ് കുളത്തിന്റെ അവിടെ കിടക്കുകയാണ്. ഇപ്പൊ കൊടുത്തേണ്ടത് 3 ലക്ഷം ഈ മാതിരി വെറുതെ പൈസ എന്തുമാത്രം പൈസ ആർക്കതാ ഞാൻ വിട്ടു കൊടുക്കാം. പുതിയ ബാത്റൂമാണ് കിട്ടിയത്. അതിന്റെ അപ്പുറത്ത് നടന്ന് കൊച്ചുകുട്ടിലല്ല വലിയ ആൾ നടന്നു വീണാ കര കയറില്ല ഇത്രയും വലിയ കുഴിക്കകത്ത്. പണിക്ക് മുമ്പേ അവിടെ ഒരു ബാത്റൂം കൂടെ സൈഡിൽ മാറ്റിയാ നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്കൊന്നും ഒരു വീഡിയോ ഇട്ട് കൊടുക്കാൻ പറ്റില്ല ഇത്ര കാലമായിട്ട്. അതല്ല നിങ്ങൾ ഇതുവരെ ഈ വർക്കുമായിട്ട് ആൾക്കാരല്ലേ, ഇത് പൊതുസ്വത്തല്ലേ. നീ വർക്കുമായിട്ട് നിനക്കൊരു വീഡിയോ എടുത്തിടാൻ പറ്റാത്ത കാര്യമുണ്ട്. ഇതൊക്കെ ഇതിൽ ആൾ വരുത്തണമെന്ന് ആൾ വരും. ഇപ്പോൾ ആൾ വരണം, ഇനിയിപ്പോൾ ആൾ വരണമാണ് കാണാനൊക്കെ ആൾ വരില്ല. ഇത് ഇത്രയും അപകടവാസിക്ക് ഒരു അങ്ങനെ ഇത്രയും പൈസ മുടക്കിയിട്ട് അവിടെ എക്സാർ ഒരു വ്യക്തി വരെ ആരെയും ഒന്നും പറഞ്ഞല്ല. കോടികള് ലക്ഷങ്ങളല്ല. യെസ് ബെറ്റ് വെച്ചിട്ടുണ്ടോ? ബ്രേക്കർ ഉണ്ടായില്ലേ? ഇല്ലല്ലേ അകത്തുണ്ട് ബ്രേക്ക് വെച്ചിട്ടുണ്ടോ? ബ്രേക്കർ ഉണ്ടോ നോക്ക്. നോക്ക് അത് ഉണ്ടോ നോക്ക്. ബ്രേക്കറില്ലേ അതൊരു വിഷയമാണ്. നോക്ക് അത്രയ്ക്ക് അങ്ങ് വിട്ടാലല്ലേ. അനങ്ങ് നോക്കട്ടെ ബ്രേക്കർ ഉണ്ടോ നോക്കാത്തി. അങ്ങനെ പറഞ്ഞു ബ്രേക്കർ ഉണ്ടോ ഉണ്ടോ നോക്കേ. തുറന്നു നോക്ക്. മുകളിൽ കയറാനുള്ള സംവിധാനം പോലും ഇല്ല. പിന്നെ എന്ത് ടാങ്ക് വെച്ച് വരും. ഒന്ന് കംപ്ലൈൻറ്റ് ഒരു പട്ടി കത്തി കിടന്ന പൂച്ച കത്തി അറിയാൻ പറ്റുമോ? ഒരു എലിയ പൂച്ച കത്തി കിടന്ന് അറിയാൻ പറ്റുമോ? ഉണ്ട്. ടാങ്ക് വെച്ചിട്ട് അതിനകത്ത് കയറാനുള്ള സംവിധാനമല്ല. ഒരു എലിയ പൂച്ചയോ അണ്ണി കത്തിയിട്ട് എങ്ങനെ അറിയാം? അവരുടെ കുട്ടികളെ കുടിക്കില്ലേ? അതും ആലോചിക്കാതെ ഇത്ര കോടികൾ നോക്കുമ്പോൾ. ഞാൻ ഇവിടെ വന്നപ്പോഴേ ഞാൻ ഇവിടെ വന്ന് നോക്കി. ടീച്ചർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെ വെള്ളം വീഴാണ്. ഞാൻ പറഞ്ഞ അതിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കണം. അത് ടെൻഡർ ഇട്ടേതെങ്കിലും ചെയ്യണം. അപ്പോൾ ഇവിടെ ടെൻഡർ എഴുതാൻ അങ്ങനെ ഒരു ധൃതി. ഉഷയും മറ്റേ ചെറുക്കനും ഇവിടെ ടെൻഡറാക്ക്. ഞാൻ പറഞ്ഞു ഇതിനൊരു പരിഹാരം